വെൽക്കം ടു കുറെ കാലമായി ട്രെക്കിങ്ങിനൊക്കെ പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മൗണ്ടെയ്ൻസ് ഹിൽസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനും ട്രെക്കിങ് വന്നത്. എനിക്ക് തോന്നുന്നു ഒരു വർഷം അല്ല 1.5 വർഷമൊക്കെ പറയാം. ലാസ്റ്റ് ഞാൻ ട്രെക്ക് ചെയ്തത് ഇപ്പം വയനാട്ടിലെ തന്നെ ബാനാസുരം ട്രെക്ക് ചെയ്തത്. അതിന് ശേഷം വയനാട്ടിൽ തന്നെ ഒരു ഹയസ്റ്റ് ഹില്ലായ ബ്രഹ്മഗിരി ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വയനാട്ടിലെ ട്രെക്കിങ്ങിൽ ഏറ്റവും അടിപൊളി റൂട്ടാണ് ബ്രഹ്മഗിരി ട്രെക്കിങ്ങിലോട്ടുള്ള റൂട്ട്. അതായത് റൈഡിങ് റൂട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ തിരുനെല്ലി ഫോറസ്റ്റ് റൂട്ടാണെന്നുണ്ടെങ്കിലും തിരുനെല്ലിയിൽ നിന്ന് കയറിയിട്ട് അടിപൊളി സീനറീസൊക്കെ കണ്ടിട്ട് നമുക്ക് മോർണിംഗ് വരാൻ പറ്റും. ഈവനിങ് ആണെങ്കിൽ അടിപൊളി തന്നെ ആയിരിക്കും. അതായത് ഒന്ന് മോർണിംഗിൽ ഫോഗ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ. പിന്നെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള റൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ അരുവികളൊക്കെ താഴെ പോകുന്നുണ്ട്, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടുന്ന അടിപൊളി റൂട്ട്. വയനാട്ടിലെ 3ാമത്തെ ഹൈസ്റ്റ് പീക്കാണ് ബ്രഹ്മഗിരി. ഏകദേശം 5000 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അതിൽ തന്നെ 5.5 കിലോമീറ്ററാണ് വൺ സൈഡ് ഉള്ളത്. അതിൽ 3 കിലോമീറ്റർ ഒരു സെമി എവർഗ്രീൻ കാട്ടിക്കൂടാണ്, പിന്നെ 3 കിലോമീറ്റർ ഗ്രാസ് ലാൻഡാണ്. ടോട്ടൽ ഒരു 5.5-6 കിലോമീറ്റർ വരും. പിന്നെ കർണാടക ബോർഡർ വരെ നമ്മൾ ട്രെക്ക് ചെയ്യും. നാഗർകോള ടൈഗർ റിസർവിൻ്റെ ബോർഡർ വരെ നമ്മൾ ട്രെക്ക് ചെയ്യും. ഒരാൾ വന്നാലും ട്രെക്കിങ് കിട്ടും. ഒരാൾക്കാകുമ്പോൾ 1300 രൂപയാണ്. അയാളുടെ എൻട്രി ഫീ 700-ഉം ഗൈഡ് ഫീ 600-ഉം. 5 പേരാകുമ്പോൾ ഒരു പാക്കേജ് എമൗണ്ട് ഉണ്ട് 3550. അതിൽ കുറച്ച് എമൗണ്ട് കുറവാണ്. ഗൈഡ് ഫീ എമൗണ്ടിൽ ഒരു എക്സംഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെ മൃഗങ്ങളെ വാച്ച് ചെയ്യാൻ പറ്റും? ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 വശങ്ങളും സാങ്ച്വറീസ് ആണ്. ആറളം സാങ്ച്വറി, നാഗർകോള, പിന്നെ തോൽപ്പെട്ടി സാങ്ച്വറി. അതിന് നടുക്കുള്ളൊരു സ്ഥലമാണ് ഈ തിരുനെല്ലി. അതുകൊണ്ട് ഇവിടെ എല്ലാ മൃഗങ്ങളും കാണും. ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ ആൾക്കാർക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. മേലെയാണെങ്കിൽ ആനക്കൂട്ടമുണ്ട്. ഇവിടെ ഏത് ടൈമാണ് ക്ലോസിംഗ് ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ക്ലോസിംഗ് ടൈം ഒന്നുമില്ല. രാവിലെ 7:30. അതല്ല സീസൺ ബേസിൽ ക്ലോസിംഗ് ഉണ്ടോ? ഈ സമ്മർ ടൈമിൽ എല്ലാ സീസണിലും മൺസൂണിലാണെങ്കിലും ഓക്കെ ആണ്. മൺസൂണിലെ ട്രക്കിംഗ് വേറെ അനുഭവം, സമ്മറിലെ ട്രക്കിംഗ് വേറെ അനുഭവം. ഇപ്പം ഒരു ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെയാണ് അതിന്റെ സീസൺ. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഒരു ജനുവരി ഫെബ്രുവരിയാണ് ഏറ്റവും നല്ല ടൈം. ആ ഒരു പച്ചപ്പ് പോകുന്നവരെ നല്ല ഒരു ടൈം. ഇവിടെ ഈ മഴ സമയത്താണെങ്കിൽ അട്ട കുറച്ചുണ്ട്. അപ്പോൾ അട്ട ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും പെലീറ്റ് സോക്സോ അല്ലെങ്കിൽ ഷാമ്പുവോ അല്ലെങ്കിൽ ഡെറ്റോളും നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്ത സാധനമൊക്കെ ഉപയോഗിക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ വരുന്ന ആളുകൾ ഈ ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് ട്രക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് കുറച്ച് സ്റ്റീപ്പ് കൊണ്ട് കുറച്ച് നിരക്കുന്ന സ്ഥലമുണ്ട്. എല്ലാത്തിനും മിക്സാണ്. അപ്പം കുറച്ച് നല്ലൊരു ട്രക്കിംഗ് ഷൂ ഇടുക. വാക്കിംഗ് സ്റ്റിക്ക് നല്ലത്. ഡൗൺ ട്രക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യാം. ഡൗൺ ട്രക്കിംഗ് ഏജ് ലിമിറ്റ് നമുക്ക് 15 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ട്രക്കിംഗ് ഇല്ല. അതിന് മേലോട്ട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണം ട്രക്ക് ചെയ്യാം. കുട്ടികളായിട്ട് വരുന്നവർക്ക് ബാഗ് ഇട്ടിട്ട് അങ്ങനെ കയറാറുണ്ട്. അല്ലാണ്ട് അവരെ നടത്താൻ പറ്റില്ല. ഇല്ല. അത് ഈ കൊണ്ടുവരുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികൾ ട്രക്കിംഗ് പോകുന്നത്. ഇവിടെ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഇതുവരെ അങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഗൈഡുമാരെല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്കെല്ലാം ഫസ്റ്റ് എയ്ഡും എല്ലാ ട്രീറ്റ്മെൻറ്റും ഉള്ളതാണ്. പിന്നെ ഇവരെ ഇൻ കേസ് ഇഞ്ചുറി പറ്റുവാണെങ്കിൽ അവരെ കൊണ്ടുപോകാനായിട്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 3 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് ഉണ്ട്. അവിടെ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് അവിടെ തന്നെ ഒരു വാച്ച് ടവറും ഉണ്ട്. റെസ്റ്റ് എടുത്തിട്ട് ഇനി പറ്റാത്ത ആൾക്കാർക്ക് അവിടെ കൊണ്ട് വേണമെങ്കിൽ ട്രക്കിംഗ് നിർത്താം. ഏകദേശം ഒരു 40 ഫീറ്റ് ഹൈറ്റ് ഉള്ള വാച്ച് ടവർ. ഡോർമെട്രി മുൻകൂട്ടി ബുക്ക് ചെയ്യണോ? എങ്ങനെയാണ്? ഡോർമെട്രി ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. നമുക്കൊരു ബെഡിന് 350 രൂപയാണ് ചാർജ്. അത് നേരത്തെ പ്രീ ബുക്ക് ചെയ്യേണ്ടി വരും. അതെങ്ങനെ ബുക്ക് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് നമ്മുടെ സൈറ്റ് മുഖാന്തരം ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷണൽ ഓഫീസിൽ വിളിച്ച് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. ഇതിൽ ഭക്ഷണം ഇൻക്ലൂഡഡ് ആണോ? അല്ലെങ്കിൽ ഭക്ഷണം ഇൻക്ലൂഡ് അല്ല, ബെഡിൻ്റെ മാത്രം ചാർജാണ്. പിന്നെ 30 പേര് അങ്ങനെ എന്തോ പറഞ്ഞില്ല ക്യാമ്പിൻ്റെ പോലെ? ക്യാമ്പിംഗ് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ നമുക്ക്. അതായത് മിനിമം 30 പേര് വേണം. അത് ക്യാമ്പിങ് കുറച്ച് നിങ്ങൾക്ക് ഗുണമുള്ള സാധനമാണ്. അതായത് 1100 രൂപയാണ് ഈ പുറത്തുള്ള കൊളീഗ്സ് ഒക്കെ വരുവാണെങ്കിൽ അവർക്കുള്ള ക്യാമ്പിൻ്റെ റേറ്റ്. അതിൽ ട്രെക്കിംഗ് വരും, ഒരു വൈൽഡ് ലൈഫ് എക്സ്പേർട്ടിൻ്റെ ക്ലാസ് വരും, 3 നേരം ഫുഡ് വരും, പിന്നെ സ്റ്റേയിങ് ഫെസിലിറ്റി വരും, പിന്നെ കാളന്തിപ്പുഴയിൽ കുളി, അവിടെ ബയോ ഫാം വിസിറ്റ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. 1100 രൂപ മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യണം. അവൈലബിൾ സ്ലോട്ട് നോക്കിയിട്ടാണ്. 1 ഡേ ക്യാമ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് വന്നാൽ നാളെ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് 4 മണിക്ക് വെക്കേറ്റിംഗ് രീതിയിലാണ്. ഇവിടെ വരുമ്പോൾ ട്രക്കിങ്ങിന് എന്തായാലും വെള്ളം ആവശ്യമാണ്. വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലല്ലാത്ത ബോട്ടിൽസ് എടുത്ത് കൊണ്ടുവന്നത് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവർ വിടും, പക്ഷേ റിട്ടേൺ വരുമ്പോൾ ഇവിടെ കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ ഫൈൻ കിട്ടും കേട്ടോ.
ഞങ്ങൾ ശരിക്കും ട്രെക്കിംഗ് വരുമ്പോൾ ബോട്ടിലെടുക്കാൻ മറന്നു. എൻ്റെ ബോട്ടിൽ മിസ്സിങ് ആയിരുന്നു വീട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ മറന്നുകൊണ്ട് ഇതിൽ വെള്ളമില്ല, പോകുന്ന വഴിക്ക് അരുവികളുണ്ട്, അരുവികളിൽ നിന്ന് നടക്കാമെന്ന് വിചാരിക്കുന്നു. ഗൈഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ടീമിൽ വേറെ 5 പേരും കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 9 പേരാണ്. ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എന്താ ഇപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞേ? കാലുവേദന ആകെ 100 മീറ്റർ ഇപ്പം നടന്നിട്ടുള്ളൂ. രാത്രി ആ നമ്മള് 3 ആളും ഒരു ബെഡ് കിടന്നു. ആ ഇവനാണ് ഒടുക്കത്തെ കുറുക്കം. ആര്? ഇവന്റെ കുറുക്കം ഞാനോ? ആ പുതിയ നമ്പർ ഇറക്ക. ഏത്? ഓ എജാതി ഇറക്കല്. ഞാൻ ആദ്യമായിട്ടാണ് കൂർക്കമ്പലിയുള്ളതൊക്കെ കേൾക്കണേ. ശരിന്നാ എജാതി മാത്രാണ് പ്രശ്നം. മൂട്ടുകൂടി ഉണ്ട്. ഏത് കഥ ഉണ്ടാക്കലാ റിയാസേ? എനിക്കൊരു കഥ ഒക്കെ എഴുതാൻ പോയിക്കൂടെ? എന്താ സംഭവം എന്താ വെച്ചാലേ ഇവരാരും ഉറങ്ങിയില്ല. ഇന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഞാൻ എന്താ ചെയ്യണേ എന്താ തള്ളല്. റിയാസ് നടക്കാൻ നോക്ക്, വേഗം നടക്കാൻ നോക്ക്. ഓ പിന്നെ മൂട്ടുകൂടി വിടാണല്ലോ സാധനം. വളിയാവുമ്പോ മൂട്ടുകൂടി എന്നെ വിടും. ആ കാര്യം അറിഞ്ഞ് എന്താ സംഭവം എന്താ? ആരോഗ്യം പണം വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ യോജിക്കുന്നു. അത് മെച്യൂരിറ്റി തിങ്കാണത്. വയസ്സായല്ലോ, ഇനിയിപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് മെച്യൂരിറ്റി പറഞ്ഞേ. കോമൺ സെൻസ്. വെള്ളത്തിൽ ചാടാൻ പോയ ആമി പിക്ചറോ കാത്തു പോകാൻ പറഞ്ഞ പുലി കടിച്ചുണ്ടോ? ഇത് വേറെന്തോ പറഞ്ഞു കൊണ്ടുവന്ന ട്രക്കിംഗ്. ഒരു 30 കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവരേണ്ടി വരും. അല്ല റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ പേരില്ല. പക്ഷെ ചില ആളുകൾ മെൻഷൻ ചെയ്തു ഞങ്ങള്. അട്ട വന്ന് ഇവിടെ നല്ല അട്ട ഉണ്ടാവും. ഇന്നലെ ഇങ്ങനെ പേടിക്കാതെ ഒരു അട്ടല്ലേ വന്നിട്ടുള്ളൂ. ഇതെന്താ ചെയ്യാ? വയസ്സ് കുറെ അങ്ങ് പുറത്തേക്ക് ഇട്. ഇതാണ് അട്ട. ഇതൊന്നും അത്ര വലിയ സംഭവം ഒന്നല്ല. ഒരട്ട വന്ന് നമ്മൾ ധൈര്യത്തോടെ നേരിടണം. ഏത്? എന്തായാലും പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ ആ ഫ്രെയിം നോക്കി രണ്ടായിരം നടന്നു പോകുന്ന പച്ചപ്പിലൂടെ. പരിപാടി എന്താ വെച്ചാല് ഒരു പാക്ക് ഉപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ ഉപ്പ് വാങ്ങിയിട്ട് വെള്ളത്തിൽ കലക്കുക, കാൽമത്തേക്ക് അട്ട കയറാക്കാൻ വേണ്ടി. നല്ലോന്ന് തേച്ചാ നല്ലോന്ന് തേച്ചൂടെ. ഇനി അട്ട കയറി എൻ്റെ നിർഭാഗ്യം. ഇതാണ് പഠിച്ചോന്റെ ക്രിയേറ്റിവിറ്റി. ഏതായിട്ടോ ആൽമരല്ലാണത്. എന്തോ ഒരു ആർച്ച് പോലെ പല രീതിയിൽ. പുലിനെ കണ്ടോ? അത് എത്ര ഡിസ്റ്റൻസിലെ കാലപ്പുലി? അത് ശരി 20 മീറ്റർ ഗ്യാപ്പിൽ വെച്ചാ കണ്ടത്. കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഒക്കെ കുഴഞ്ഞു അതിന് കണ്ടിട്ട് ലക്കിയല്ലേ എന്തായാലും. പക്ഷെ അവർക്ക് ഫോട്ടോയിലൊന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അവര് വിറച്ചു പോയി മൊത്തമായിട്ട്. ജീവന് പേടില്ലാത്തവരുണ്ടാവാ. അത് എര പിടിച്ചിട്ട് റെസ്റ്റിംഗ് സമയമാണത്. ആ സമയത്താണ് ഇവർ അവിടെ എത്തിയത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അരുവിന്റെ സൈഡിൽ അത് എര പിടിച്ചിട്ട് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. വൈകുന്നേര സമയത്താണ് അവർ ഇറങ്ങിയത്. ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും കടുവേൻ്റെ അടുത്ത് പോകുമ്പോൾ കുനിഞ്ഞിരിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. നമ്മൾ സ്റ്റാൻഡിങ്ങിലാണെങ്കിൽ സ്റ്റാൻഡിങ്ങിൽ കുനിഞ്ഞിരുന്നിട്ടൊക്കെ ചെയ്താകുമ്പോഴത്തേക്ക് അവർക്ക് എറിയാന്നുള്ള രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. അറിയാം. അല്ല ഇവിടെ ഇടക്കിടക്ക് സ്പോട്ട് ചെയ്യല്ലോ ഇങ്ങനെ അതേപോലെ. ഇപ്പോൾ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 വട്ടമായിട്ട് കണ്ടു. ഇപ്പൊ വെച്ചാൽ അവർ എണ്ണ ചേരുന്ന ഒരു സമയം കൂടിയാണ്, മീറ്റിംഗ് സമയം കൂടി ആയതുകൊണ്ട് അടുത്തടുത്ത് കാണാൻ പറ്റും. ഇത് കുറെ കാലത്തെ ഒരു ഡൗട്ടാണ്, ഈ കടുവയും പുലി ഒന്നാണോ? അല്ലല്ല, വേറെയാണ്. എനിക്കറിയുന്നത് ടൈഗർ കുറച്ച് പഴകിയിട്ട് മാത്രമേ ഇതിന്റെ ഫുഡ് കഴിക്കത്തുള്ളൂ. അവര് ഫ്രഷ് ആയിട്ട് കഴിക്കില്ല.
പുലി അങ്ങനെയല്ല, പുലി ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കും. അത് പിടിച്ച സ്പോട്ടിലെ മരത്തിന്റെ മേലെയോ പാറേന്റെ മേലെയൊക്കെ കയറ്റി വെച്ചിട്ട് കഴിക്കും. അവിടെ നമ്മൾ അടുത്തതാക്കും, നമ്മൾ ആരാണേലും തീരുമാനമാക്കും. ഇവിടുത്തെ അറ്റാക്ക് അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ സ്വന്തം നിങ്ങളുടേതായ റിസ്കിലാണ് കയറുന്നത്. നമുക്ക് ഇതിലൊരു സേഫ്റ്റി കാര്യങ്ങൾ അതിനാണ് ഞങ്ങളുടെ ഒപ്പിടുന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് കയറുന്നത്. നമ്മളെ സ്വന്തം സേഫ്റ്റിയിലാണ് കയറി. എന്താ പറ്റാ നമുക്ക് സഹിച്ചാൽ മതി. ഇതിൽ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി. ഈ ടൈഗറിനില്ലേ ഓരോ ടെറിട്ടറി ഉണ്ടെന്ന് അറിയാം, അതേപോലെ പുലിക്കുണ്ട്. പുലിക്കുണ്ട്. പുലിയുണ്ടല്ലേ ടൈഗർ? അല്ല നീ ട്രാക്കിലേക്ക് വാ. ലെപ്പേർഡ്, ചീറ്റ, ഇത് കണ്ട് ചീറ്റ ഏകദേശം 10-20 കിലോമീറ്റർ ചുറ്റളവിന് ടൈഗറിന്റെ ഒരു ടെറിട്ടറി ഏരിയ ആണ്. ചീറ്റനല്ലേ? നമ്മൾ വന്ന വഴിക്ക് തന്നെ കുറച്ച് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഫ്രഷ് അല്ല, പഴയതാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. ഇനി പുതിയത് എന്തെങ്കിലും പോണ വഴിക്കുണ്ട് കാണിച്ചു. ഇനി പഴയതുണ്ടെങ്കിൽ 1-2 കാണിച്ചു കുഴപ്പമില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴായാലും ഞാൻ കാണിച്ചു. ഓക്കെ ചോദിച്ചാൽ മതി. ഓക്കെ. ഒരു പുലി തന്നെ ആയിരിക്കും ഒരു ടെറിട്ടറിയിൽ. ഒരു ടെറിട്ടറിയിൽ ഒന്ന് അതിന്റെ അടുത്ത് വേറെ എത്തുവാണെങ്കിൽ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തോൽക്കുന്നവൻ പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങുന്ന സാധനമാണ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് മറ്റു മൃഗങ്ങളെ പിടിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് പിന്നെ എഞ്ചുറി പറ്റും, മുറിവും കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വേട്ടയാടി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ വളർത്തും മൃഗങ്ങൾ, അതായത് കെട്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങളാണ് നാട്ടിലുള്ളത്. അവർക്ക് അങ്ങനത്തെ ഒരു ഭയമില്ലല്ലോ, അതിന് വന്നിട്ട് പിടിക്കും. ഈ പുലി എന്ന് പറഞ്ഞത് ഈ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യുന്ന മെയിലാണ് ഫീമെയിലാണ്? മെയിലാണ്. അപ്പോൾ അതിന് എങ്ങനെ ചേരാൻ ഫീമെയിൽ അത് ഇപ്പം സമയമായതുകൊണ്ട് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. ഫീമെയിൽ അവർ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചെത്തും. അത് സൈനിങ് കോൾ എന്നൊക്കെ പറയുന്നത്. സൈനിങ് കോൾ. അത് പുലിക്ക് വേറെ സൈനിങ് കോൾ അല്ലെങ്കിൽ നമുക്കത് പരമാവധി കേൾക്കാൻ പറ്റും. ചില ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ സൗണ്ട് അല്ല സൈനിങ് കോൾ, ഒരു അലാറാം സൗണ്ടാണ്, വലിയ സൗണ്ടിൽ മുഴക്കത്തിൽ. അട്ട എങ്ങനെയുള്ള അട്ടകളാണല്ലോ ഇവിടെ? ഇവിടെ 2 ടൈപ്പ് അട്ടയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നിലത്ത് നിന്ന് കരിയിലയിൽ നിന്ന് കയറുന്ന അട്ടയുണ്ട്, അല്ലാതെ ഈ ചെടികളെ മേലെ നിന്നും കയറും. ചെടികളെ മേലെ നിന്ന് കയറുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിലാണ് കയറി കടിക്കുക, കാലിലൊരിക്കലും കടിക്കത്തില്ല. ഓക്കെ. അത് തമ്മിൽ വ്യത്യാസം എന്താ? അതിന് വലിപ്പമുണ്ട്. അതിൻ്റെ സ്കിന്നിന് 2 സൈഡിലും ഒരു വെള്ള ലൈൻ ഉണ്ടാവില്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. ഓക്കെ. അതിന് പ്രത്യേക പേര് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. സെയിം അട്ട തന്നെയാണ്. വലിയ അട്ടയായിരിക്കും, പുറത്തൊക്കെ അടിക്കും. നമ്മൾ ഇതിൻ്റെ ചോലയട്ട എന്നൊക്കെ പറയും. ചോലയാട്ട അത്യാവശ്യം വലിപ്പമുണ്ട്. അത് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചോരയും നല്ല രീതിയിൽ കുടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഫ്രണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, പുള്ളി ഒരു ഫോട്ടോഗ്രാഫിക്ക് പോയപ്പോൾ ഇതിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കയറുമ്പോൾ തന്നെ ഒരട്ട കാലിൽ കയറുന്നതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഇവിടെ ഇതിൽ ഈ ചെടികളിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്. ഇത് കുറിഞ്ഞിയാണ്. കുറിഞ്ഞല്ലേ? നീലക്കുറിഞ്ഞല്ല, അല്ലാതെ ഫോട്ടോഗ്രാഫേഴ്സിന് പ്രത്യേക എന്താ പെർമിഷൻസ് എടുക്കണോ? വേണ്ട, അതിന് DFOയുടെ പെർമിഷൻ മാത്രമേ ഉള്ളൂ. DFOയുടെ പെർമിഷൻ, അതായത് അവർക്ക് ഇത്ര ഡേയ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തിൻ്റെ ആണോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ നമ്മളൊരു ലെറ്റർ പേഡ് കൊടുക്കും. ഓക്കെ. അപ്പോൾ അത് അവർ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. തീരുമാനിക്കാം. ചിലപ്പോൾ 4 ദിവസമായിരിക്കും, ചിലപ്പോൾ 5 ദിവസമൊക്കെ ആയിരിക്കും. സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയായിരിക്കും. ദിവസങ്ങളോളം കാത്തിരിക്കണം. ഫോറസ്റ്റിന്റെ ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. വാച്ച് ടവർ ഒരു 3 കിലോമീറ്റർ വരെ ഉള്ളൂ. സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടും. അത് സെയിം ആണ്. ഈ 98-ലൊക്കെ ഉണ്ട്. ആദ്യമേ ഉണ്ട്. അന്നേരത്തെ ട്രക്കിങ് പക്ഷിപാതാളായിരുന്നു. ആ സമയത്ത് തന്നെയാണ്. പക്ഷിപാത എന്ന് പറഞ്ഞാൽ നടക്കുന്ന വഴിയാണ്. നമുക്കിപ്പോൾ പോകുമ്പോൾ ആ ഏരിയ കാണാം. ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്തു. പക്ഷിപാതാളം ക്ലോസ് ചെയ്തതിന് ശേഷം ബ്രഹ്മഗിരി സ്റ്റാർട്ട് ചെയ്തു. സെയിം റൂട്ട് തന്നെയാണ്, നടക്കുന്ന വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കർണാടക ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് തിരിച്ചെത്തുന്ന കേരളത്തിലേക്ക് നമ്മുടെ ബോർഡറിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ കർണാടക ബോർഡർ ക്രോസ് ചെയ്യോ? ഇതിപ്പോ നമ്മളെ സെന്ററിലെത്തും. കറക്റ്റ് എത്തും. അവിടുന്ന് അങ്ങോട്ട് കർണാടക ഫോറസ്റ്റ് ആയിരിക്കും. അത് ബേഡ്സിന്റെ ഒരു ഏരിയ ആണ്. ഗുഹയാണ്, പാറക്കൂട്ടങ്ങളായിട്ട് 4-5 ഗുഹകളുണ്ട്. 5ന്റെ മേലെ ഗുഹകളുണ്ട്. നമുക്ക് വിസിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് 4 ഗുഹകളിലേക്ക് കയറി ചെല്ലാം. ഗുഹ നാച്ചുറൽ ആയിട്ട് ഉണ്ടായതല്ലേ? നമുക്ക് പോകുന്ന ആ ഏരിയ കാണാം. ഇല്ല, ഇവിടുന്ന് കാണില്ല. അത്രയും ലോങ് ആണ്. അത്ര 7.5 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ക്ലോസ്. ഗൈഡ് പറഞ്ഞിട്ടുള്ളത് പണ്ട് അവിടെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു, പശുപാതാളമായിരുന്നു. അത് കുറച്ച് ഡീപ്പ് ഫോറസ്റ്റും
കുറച്ച് കേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷികളൊക്കെ നിരീക്ഷിക്കുന്ന റൂട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. ഇപ്പം നമ്മൾ പോകുന്നത് ബ്രഹ്മഗിരി ഹില്ല് മാത്രമാണ്. അതായത് നോർമലി കേരള ഫോറസ്റ്റിലൂടെ മാത്രമാണ് പോകുന്നത്. പണ്ട് പോയിട്ടുണ്ടായിരുന്നു, കർണാടക ഫോറസ്റ്റൊക്കെ കവർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ട്രെക്കിംഗ് പകുതി ദൂരമേ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയാണ് വാച്ച് ടവറും ഹിൽ വ്യൂ ഒക്കെ വരുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരക്കും വണക്കം.